ഇതുവരെ കൈവിടാത്ത തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ട LDF വൻ തിരിച്ചടി നേരിട്ടു. തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ പിടിച്ചും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകളിൽ വിജയിച്ചും BJP കുതിപ്പ് നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വിജയം ലക്ഷ്യമിടുന്ന LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിപതറി. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലുമുള്ള UDF മുന്നേറ്റത്തിൽ ഇടതു കേന്ദ്രങ്ങൾ ഞെട്ടിത്തരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJP കേരള രാഷ്ട്രീയത്തിൽ പുതുയുഗത്തിന് തുടക്കമിട്ടു. ൽ 500-ലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF-ന് ജയം. 200ഓളം പഞ്ചായത്തുകൾ LDF-നെ കൈവിട്ടു. 25ഓളം പഞ്ചായത്തുകളിൽ BJP-ക്കാണ് മേൽക്കൈ. എറണാകുളത്തെ കിഴക്കമ്പലം, ഐകരനാട് പഞ്ചായത്തുകൾ ജയിച്ചപ്പോൾ കുന്നത്തുനാടും മഴുവന്നൂരും 2020-ക്ക് നഷ്ടമായി. തിരുവാണിയൂർ പഞ്ചായത്ത് LDF-ൽ നിന്ന് 2020 പിടിച്ചെടുത്തു. 152-ൽ 80ഓളം ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF-ന്. LDF-ന് 50-ലേറെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടമായി. 86-ൽ 50-ന് മുകളിൽ മുനിസിപ്പാലിറ്റികളിൽ UDF, കോർപ്പറേഷനുകളിലും LDF-ന് കനത്ത നഷ്ടം. ഇതുവരെ വിജയിച്ചിരുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകൾ LDF-നെ കൈവിട്ടു. അഭിമാന പോരാട്ടത്തിന് വേദിയായ തലസ്ഥാന നഗരത്തിൽ ഇനി BJP-യുടെ മേയർ. ഇവിടെ UDF നിലമെച്ചപ്പെടുത്തിയപ്പോൾ LDF-ന്റെ ഉറച്ച സീറ്റുകൾ ഉൾപ്പെടെ അട്ടിമറി. കൊല്ലം കോർപ്പറേഷനിൽ UDF-ന് അപ്രതീക്ഷിത ജയം. UDF തേരോട്ടത്തിൽ കൊല്ലത്തെ ഇടതുകോട്ട തകർന്നടിഞ്ഞു. തൃശൂർ, കൊച്ചി കോർപ്പറേഷനുകളിൽ UDF-ന്റെ മിന്നും വിജയം. കണ്ണൂർ UDF നിലനിർത്തി. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും കേവല ഭൂരിപക്ഷം നേടാൻ LDF-നായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ മുന്നേറ്റം UDF-ന് വലിയ ആത്മവിശ്വാസമാണ്. തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ BJP-ക്കും പ്രതീക്ഷകളേറെ. എന്നാൽ തുടർഭരണം ലക്ഷ്യമിടുന്ന LDF-നാകട്ടെ മറികടക്കാൻ കടമ്പകളേറെയുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.